നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. തൃശൂരിൽ ക്ഷേത്ര ദർശനത്തിനിടെ മാല മോഷണം. 16 പവൻ സ്വർണം കവർന്ന പ്രതികൾ ആലുവയിൽ നിന്നും പിടിയിലായി. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സപ്ലിമെന്റ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രകാശനം ചെയ്തു. കുടുംബത്തിന്റെ വരുമാന മാർഗമായ ചക്രവണ്ടിയിലെ പായസ വിൽപ്പന സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. അന്യായമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ മാടക്കത്തറയിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. വിശദമായ വാർത്തകളിലേക്ക്. ക്ഷേത്ര ദർശനത്തിനിടെ മാല മോഷണം. നഷ്ടപ്പെട്ടത് 16.5 പവനോളം പ്രതികളെ ആലുവയിൽ നിന്നും പിടികൂടി. തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ നിന്നും പൂങ്കുന്നം സ്വദേശിയുടെ 8 പവനോളം തൂക്കം വരുന്നതും ചൂണ്ടൽ സ്വദേശിയുടെ 8.5 പവനോളം തൂക്കം വരുന്നതുമായ മാലകൾ മോഷണം പോയ കേസിലെ പ്രതികളായ ചെന്നൈ പാളയം സ്വദേശി ഷെൽവി, മധുരൈ MS കോളനി സ്വദേശി പാർവതി, മധുരൈ മടക്കുളം സ്വദേശി സരസ്വതി, ചെന്നൈ സ്വദേശി അമ്മു എന്നിവരെയാണ് സാങ്കോക് സ്ക്വാഡിന്റെ സഹായത്തോടെ ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. പ്രതികളും കൂട്ടാളികളും കേരളത്തിലെ വിവിധ ഉത്സവ സമയത്ത് കൂട്ടമായി വന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിലും താമസിച്ച് ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വരുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രായമായവരുടെയും വിലപിടിപ്പുള്ള വസ്തുക്കളും സ്വർണ്ണാഭരണങ്ങളും അതിവിദഗ്ധമായി മോഷണം നടത്തുകയാണ് ചെയ്യുന്നത്. മോഷണം ചെയ്ത വസ്തുക്കൾ മിനിറ്റുകൾക്കുള്ളിൽ കൈമാറ്റം ചെയ്യുകയും പിന്നീട് അവ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി ആർഭാട ജീവിതം നയിച്ചു വരുന്നതുമാണ് ഇവരുടെ രീതി. ഇത്തരം കുറ്റകൃത്യം നടത്തുന്നതിനിടയിൽ പിടിക്കപ്പെട്ടാൽ പേരുകൾ മാറ്റി മാറ്റി പറഞ്ഞും അസുഖം അഭിനയിച്ചും രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് N ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ജിജോ, സബ് ഇൻസ്പെക്ടർമാരായ ബിബിൻ നായർ, സുനിൽ ഫീസ്റ്റോ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ രതിമോൾ, ദുർഗ എന്നിവരും പളനിസ്വാമി, അജ്മൽ, സൂരജ്, സുനീപ്, ശ്രീജിത്ത്, സ്റ്റൈനി, പ്രദീപ്, ശരത്, സുശീൽ, നിതിൻ, ചിതിൻ, അബിബിലായ് എന്നിവരുമാണ് ഉണ്ടായിരുന്നത്. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയും വനം വന്യജീവി വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗവും ചേർന്ന് മൃഗസംരക്ഷണ വകുപ്പ് എറണാകുളം സെൻട്രൽ റീജിയനിൽ ഉൾപ്പെടുന്ന വെറ്ററിനറി ഡോക്ടർമാർക്കായി ആന പരിപാലനത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. മണ്ണുത്തി വെറ്ററിനറി കോളേജ് സെമിനാർ ഹാളിൽ നടത്തിയ പരിശീലനം എറണാകുളം സെൻട്രൽ റീജിയണൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ഇന്ദു വിജയൻ ഉദ്ഘാടനം ചെയ്തു. വെറ്ററിനറി സർവകലാശാലയുടെ ആന ഗവേഷണ കേന്ദ്രത്തിന്റെയും സംരംഭകത്വ വിഭാഗത്തിന്റെയും ഡയറക്ടറായ ഡോക്ടർ TS രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജിതേന്ദ്രൻ, CVO ഡോക്ടർ ഷാഹിന തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി SCFK മനോജ് സ്വാഗതവും വെറ്ററിനറി കോളേജ് ട്രെയിനിംഗ് കോർഡിനേറ്റർ ഡോക്ടർ സുബിൻ K മോഹൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് എറണാകുളം DFO മനു സത്യൻ, ഡോക്ടർ TS രാജീവ്, ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ പൊന്നുമണി, ഡോക്ടർ ബിനു ഗോപിനാഥ് തുടങ്ങിയവർ കാട്ടാനകളുടെയും നാട്ടാനകളുടെയും പരിപാലനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ സെക്ഷനുകൾ നയിച്ചു. എറണാകുളം സെൻട്രൽ റീജിയനിൽ നിന്നുള്ള 70ഓളം വെറ്ററിനറി ഡോക്ടർമാർ പരിശീലനത്തിൽ പങ്കെടുത്തു. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ 16ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സപ്ലിമെന്റിന്റെ പ്രകാശനം ഒല്ലൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വാർഷികാഘോഷം 15-ന് വൈകിട്ട് 5 മണിക്ക് ഒല്ലൂർ ശ്രീഭവനം ഓഡിറ്റോറിയത്തിൽ കേരള നിയമസഭാ സ്പീക്കർ N ഷംസീർ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത പത്രപ്രവർത്തകനായിരുന്ന TV അച്യുത വാര്യർ സ്മാരക മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും. പ്രസ് ക്ലബ് എക്സലൻസ് അവാർഡ്, ജീവകാരുണ്യ പ്രവർത്തകനെ ആദരിക്കൽ എന്നിവയും ചടങ്ങിൽ നടത്തും. പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി, സെക്രട്ടറി KR ഔസേബ് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു.
അപ്പോൾ ഇന്നത്തെ പത്രസമ്മേളനത്തിൻ്റെ പ്രത്യേകത പത്രക്കാർക്ക് വേണ്ടി തന്നെ ഒരു പത്രസമ്മേളനം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന വിഷയമായതുകൊണ്ട് ദീർഘമായി പോകുന്നില്ല. ഒല്ലൂരിലെ പ്രസ് ക്ലബ്ബ് അതിൻ്റെ 16ാമത് വാർഷികം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ച് തന്നെ ശ്രീഭവനം ഓഡിറ്റോറിയത്തിൽ വെച്ച് തന്നെ ഡിസംബർ 15 വൈകിട്ട് 5 മണിക്ക് ബഹുമാനായിട്ടുള്ള കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ ശ്രീ ഷംസീർ ഉദ്ഘാടനം ചെയ്യുന്ന വളരെ വിപുലമായിട്ടുള്ളൊരു പരിപാടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സ്പീക്കർ 5 മണിയോടുകൂടി തന്നെ കൃത്യമായിട്ട് എത്തിച്ചേരും എന്ന് ഇന്ന് വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒല്ലൂരിൻ്റെ പ്രസ് ക്ലബിൻ്റെ വളരെ മഹനീയമായിട്ടുള്ള ഒരു പാരമ്പര്യം നമുക്ക് പ്രത്യേകമായി പറയേണ്ടതില്ല. ഒല്ലൂരിലെ പ്രസ് ക്ലബ്ബ് നമ്മുടെ മേഖലയിലെ പ്രാദേശിക പത്രപ്രവർത്തകരുടെ നിരയിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ പങ്കാളികളായിട്ടുള്ള ഒരു പ്രസ് ക്ലബ്ബാണ്. ഒരുപക്ഷെ നമ്മുടെ ജില്ല തന്നെ എടുത്ത് പരിശോധിച്ചാൽ വളരെ പ്രധാനപ്പെട്ട നിരവധി വാർത്തകൾ ഒരേ സമയം നമുക്ക് ലഭ്യമാക്കാനും കഴിയുന്ന ഒരു പ്രസ് ക്ലബ്ബാണ് ഒല്ലൂരിലെ പ്രസ് ക്ലബ്ബ്. മറ്റൊരു സിറ്റിക്കുമില്ലാത്ത ചില പ്രത്യേകതകൾ ഒല്ലൂരിലെ പ്രസ് ക്ലബിനുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം സാധാരണ നമ്മുടെ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട പ്രസ് ക്ലബ്ബുകളെല്ലാം ഏതെങ്കിലും ഒരു നഗരകേന്ദ്രത്തിലാണ്. ആ നഗരകേന്ദ്രത്തിൽ നിന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വിതരണം ചെയ്യാൻ കഴിയുന്നതുമാണ്. എന്നാൽ ഒല്ലൂരിൻ്റെ പ്രസ് ക്ലബിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നഗരകേന്ദ്രീകൃതമായ വഴികളിൽ നിന്ന് മാത്രം കിട്ടുന്ന വാർത്തകൾ കൊണ്ട് പൂർണ്ണമാക്കാൻ കഴിയുന്നതല്ല. വളരെ റിമോട്ടായിട്ടുള്ള ഏതാണ്ട് 90ഓളം ഉന്നതികളുള്ള ഒരു പ്രദേശം, അതിൽ തന്നെ ആദിവാസി ഊരുകൾ ധാരാളമായിട്ടുള്ള ഒരു പ്രദേശം, ഒരുപക്ഷെ ഒരു വാർത്ത എടുക്കാൻ പോകാൻ നാം വിചാരിക്കുന്നതിനേക്കാൾ വലിയ ക്ലേശം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സ്ഥലം. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായ സ്വന്തം ഭൂമിയിലെ ചക്രവണ്ടിയിലെ പായസ വിൽപ്പന സാമൂഹ്യ വിരുദ്ധർ തകർത്തതായി പരാതി. കുട്ടനെല്ലൂർ സെന്ററിലാണ് അയ്യപ്പനും കോശിയും സിനിമാ മോഡലിൽ കടപൊളിക്കൽ നടത്തിയത്. മനക്കൊടി സ്വദേശി മുടവങ്കാടിൽ ഷീജ പ്രസീദിന്റെ ഉടമസ്ഥതയിലുള്ള കുട്ടനെല്ലൂർ സെന്ററിലെ സ്ഥലത്തെ ചക്രവണ്ടിയിലെ പായസ വിൽപ്പനയാണ് സാമൂഹ്യ വിരുദ്ധർ കഴിഞ്ഞ രാത്രിയിൽ തകർത്തത്. കൂടാതെ സ്ഥലത്തിന്റെ അതിർത്തിയും തകർത്തു. ഒല്ലൂർ വില്ലേജിലെ സർവേ നമ്പർ 188/1A ഉൾപ്പെട്ട സ്ഥലത്താണ് സാമൂഹ്യ വിരുദ്ധർ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയത്. ഈ സ്ഥലത്തിന് കൃത്യമായ ആധാരമുള്ളതും ഈ ആധാരം ഒല്ലൂർ മേഖല തൊഴിലാളി സഹകരണ സംഘത്തിൽ പണയപ്പെടുത്തി 10 ലക്ഷം രൂപ വായ്പ വാങ്ങിയിട്ടുള്ളതുമാണ്. ഇതേ സ്ഥലത്ത് പലവിധ കച്ചവടങ്ങൾ നടത്തുവാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം സമീപത്തെ ഏതാനും ചില വ്യാപാരികൾ ചേർന്ന് തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ സ്ഥലത്തിന് പുറകിലായി ഈ വ്യാപാരികൾക്ക് സ്വന്തമായി കടമുറികൾ ഉള്ളതാണ് ഇത്തരത്തിൽ തടസ്സങ്ങളുണ്ടാകാൻ കാരണം. സ്ഥലത്തിന്റെ അതിർത്തികളിൽ സ്ഥാപിച്ച സിമന്റ് കട്ടകൾ ഉൾപ്പെടെയാണ് കഴിഞ്ഞ രാത്രിയിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്താൽ തകർത്തത്. കഴിഞ്ഞ രാത്രി പുലർച്ചെ 2:30ഓടെയാണ് സംഭവം. സമീപത്തെ താമസക്കാരനായ ഷീജയുടെ സഹോദരൻ ശബ്ദം കേട്ട് എത്തിയതോടെയാണ് സംഭവം നേരിൽ കണ്ടത്. ഉടൻ ഒല്ലൂർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് മണ്ണുമാന്തി യന്ത്രത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചു. എന്നാൽ തുടർ നടപടികൾ സ്വീകരിക്കുവാൻ പോലീസും തയ്യാറായില്ല എന്നും കുടുംബം പറയുന്നു. ഭർത്താവ് പ്രദീപാണ് ചക്രവണ്ടിയിൽ രാവിലെ മുതൽ പായസ വിൽപ്പന നടത്തുന്നത്. ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനമാണ് ഈ കുടുംബത്തിന്റെ ഏക ആശ്രയം. സ്ഥലത്ത് അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് സംശയിക്കുന്നവരുടെ 3 വാഹനങ്ങൾ ഷീജയുടെ സ്ഥലത്ത് അതിക്രമിച്ചു കടത്തി പാർക്ക് ചെയ്ത നിലയിൽ സ്ഥലത്ത് കിടക്കുന്നുണ്ട്. ഏക വരുമാനമാർഗം വഴിമുട്ടിയതോടെ ഇനി എങ്ങനെ ഉപജീവനം നടത്തുമെന്നും ബാങ്കിലെ ബാധ്യത തീർക്കുമെന്നും അറിയാതെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് ഷീജയും ഭർത്താവ് പ്രദീപും കുടുംബവും. എൻ്റെ സ്വന്തം പേരിലുള്ള സ്ഥലത്ത് 2 മാസത്തോളമായിട്ട് പായസ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൊട്ട് പുറകിലുള്ള കടക്കാരാണ് 2-3 പേര് കൂടിയിട്ട് ഇന്ന് രാവിലെ പുലർച്ചെയാണ് ഇതുണ്ടായത്. എൻ്റെ കച്ചവടം എൻ്റെ വണ്ടിയൊക്കെ ഈ നിലയ്ക്ക് ആക്കി ഇത് അവർക്ക് അത് പാർക്കിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ചെയ്തു വെച്ചിരിക്കുന്നത്. എനിക്ക് ജീവിക്കാൻ മാർഗമില്ല. ബാങ്കിലിരിക്കുന്ന ആധാരമാണ്. എൻ്റെ സ്വന്തം പേരിൽ 10-14 കൊല്ലമായിട്ട് ഉള്ള കാര്യമാണ്. അത്രയ്ക്കും പറ്റാത്തൊരവസ്ഥയിലായ കാരണം ലോൺ അടയ്ക്കാനും പറ്റുന്നില്ല, മരിക്കാൻ പറ്റുന്നില്ല. മേടിച്ച് കട എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് വിചാരിച്ചിട്ട് ജീവിച്ചിരിക്കുന്നത്. സത്യമായിട്ടും ഞങ്ങൾ എന്നേ തീർന്നു പോകേണ്ട കാലം കഴിഞ്ഞു. ഒരാളുടെ സ്ഥലം ഞാൻ കയ്യേറിയിട്ടില്ല, ചെയ്തിട്ടില്ല. എൻ്റെ എല്ലാ രേഖകളും ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളൊരു വഴി ഭഗവാന്
പറ്റാത്ത കാരണം കൊണ്ട്. ഇതെന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ? അവർക്ക് ഈ സ്ഥലത്തില് നോട്ടുണ്ട്. അങ്ങനെ പല തവണയും ഞങ്ങളെ ഇവിടെ നിന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടും പല രീതിയിലും ഞങ്ങളെ ഉപദ്രവിക്കുന്നു സാറ്. പറ്റണ്ടായി ഇരുന്ന് കച്ചവടം ചെയ്തിട്ട് എങ്ങനെ കഞ്ഞി കുടിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് KS നിസാറിനെയും ജനറൽ സെക്രട്ടറിമാരായി ഉമൈറ KS, റക്കീബ് K തറയിൽ എന്നിവരെയും തിരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. യൂണിറ്റ് തലം മുതൽ നടന്നുവന്ന സമ്മേളനങ്ങളുടെയും സംഘടനാ തെരഞ്ഞെടുപ്പുകളുടെയും തുടർച്ചയായി സംഘടിപ്പിക്കപ്പെട്ട ജില്ലാ പ്രതിനിധി സമ്മേളനമാണ് പുതിയ കമ്മിറ്റിയെയും ഭാരവാഹികളെയും തിരഞ്ഞെടുത്തത്. ആരിഫ് മുഹമ്മദ് PB, EA റഷീദ് മാസ്റ്റർ, TM കുഞ്ഞിപ്പ, സരസ്വതി വലപ്പാട്, TV ശിവശങ്കരൻ, സുലേഖ അസീസ്, CM ഷെരീഫ്, സുഹൈബ് അലി എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. 36 അംഗങ്ങളുള്ള ജില്ലാ കമ്മിറ്റിയുടെ കാലാവധി 2 വർഷമാണ്. കയ്പമംഗലം എടവിലങ്ങ് സ്വദേശിയായ അഡ്വക്കേറ്റ് KS നിസാർ ജില്ലാ കോടതിയിലെ പ്രാക്ടീസിംഗ് അഡ്വക്കേറ്റാണ്. കഴിഞ്ഞ കാലയളവിൽ ജില്ലാ ജനറൽ സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറിമാരായ ഉമൈറ KS അധ്യാപികയും റക്കീബ് K തറയിൽ എഞ്ചിനീയറുമാണ്. തെരഞ്ഞെടുപ്പിന് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ്, വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം, സെക്രട്ടറിമാരായ ജ്യോതിവാസ് പറവൂർ, ഷംസീർ ഇബ്രാഹിം, സംസ്ഥാന കമ്മിറ്റി അംഗം സണ്ണി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. മുൻ പ്രസിഡന്റ് MK അസ്ലം സ്വാഗതവും പറഞ്ഞു. നടത്തറ തിരുഹൃദയ ദേവാലയത്തിലെ മൾട്ടിപർപ്പസ് SH സ്ക്വയറിന്റെ ഉദ്ഘാടനം വികാരി റവറന്റ് ഫാദർ സൈജോ തൈക്കാട്ടിൽ നിർവഹിച്ചു. മരണമടഞ്ഞ മുൻ വികാരി റവറന്റ് ഫാദർ ചാക്കോ ചെറുവത്തൂരിന്റെ സ്മരണാർത്ഥമാണ് SH സ്ക്വയർ നിർമ്മാണം പൂർത്തിയാക്കിയത്. അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി SH സ്ക്വയറിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫാദർ ചാക്കോ ചെറുവത്തൂർ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിക്ടർ മഞ്ഞില നിർവഹിച്ചു. പള്ളി കൈക്കാരന്മാരായ ബെന്നി വളപ്പിൽ, ക്ലീറ്റസ് കൈത്താരത്ത്, ബോബി ചേറ്റുപുഴക്കാരൻ, ഡേവിഡ് കാപ്പിവിള, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ തോമസ് മേച്ചേരിപ്പടി, ടൂർണമെന്റ് കമ്മിറ്റി അംഗങ്ങളായ ജോയ്സൺ അച്ചാണ്ടി, റോയ് ചക്കാലക്കൽ, ഡേവിസ് തെക്കേക്കര, ദേവസി തെക്കേക്കര, ജോമി തൃക്കൂക്കാരൻ, ബിനു മണവാളൻ, ഗ്രേസി സണ്ണി തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. ടൂർണമെന്റ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി തൃശൂർ അതിരൂപതയിലെ വൈദികരും നടത്തറ ഇടവകയിലെ യുവജനങ്ങളും തമ്മിലുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഡിസംബർ 12 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന സാധനച്ചൻ, അതായത് സീനിയർ വൈദികനായ ചാക്കോ. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487 237 2374.
മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ചേലക്കരയിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് പാടത്തേക്ക് മറിഞ്ഞു. അപകടത്തിൽ ആംബുലൻസിൽ ഉണ്ടായിരുന്ന നഴ്സിന് പരിക്കേറ്റു. മേപ്പടം കൽത്തുട്ടി പാടത്തേക്കാണ് ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. പാലക്കാട് നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിൽ രോഗിയെ കൊണ്ടാക്കി തിരികെ വരുന്ന ആംബുലൻസാണ് നിയന്ത്രണം വിട്ട് റോഡിന്റെ സൈഡിലുണ്ടായിരുന്ന സംരക്ഷണ ഭിത്തി തകർത്ത് പാടത്തേക്ക് മറിഞ്ഞത്. അപകടത്തിൽ ആംബുലൻസിലുണ്ടായിരുന്ന പാലക്കാട് സ്വദേശിയായ നഴ്സ് ബിൻസിക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ബിൻസിയെ ആദ്യം ചേലക്കര മേപ്പാടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ആംബുലൻസിന്റെ ഡ്രൈവർ നിസാമുദ്ദീൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. താണിക്കുടം ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ 1ാം വാർഷികാഘോഷം ഡിസംബർ 14, 15, 16 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14 രാവിലെ പള്ളി ഉണർത്തൽ, ഗുരുപൂജ, സമൂഹാരാധന, ആദർശ തൃക്കൊടിയേറ്റ്, ആത്മീയ പ്രഭാഷണം, ബാല, യുവജന, വനിതാ സമ്മേളനം, സെമിനാർ എന്നിവയും 2ാം ദിനമായ ഞായറാഴ്ച ഭക്തിഗാനസുധ, സമൂഹാരാധന, ആത്മീയ പ്രഭാഷണം, സമൂഹ സദ്യ, കലാ സാംസ്കാരിക സമ്മേളനം, കുട്ടികളുടെ കലാപരിപാടികൾ. 3ാം ദിവസമായ ഡിസംബർ 16 തിങ്കളാഴ്ച ഘോഷയാത്ര. തുടർന്ന് നടത്തുന്ന പൊതുസമ്മേളനം തൃശൂർ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സമൂഹ സദ്യ, ഭക്തിഗാനാമൃതം, ആത്മീയ പ്രഭാഷണം എന്നീ ചടങ്ങുകളും നടത്തും. ആശ്രമത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സന്യാസിനി ഗുരു കർമാനന്ദനിയമ്മ, കൃഷ്ണൻകുട്ടി പന്തളം, സ്വാമി ഗുരു കർമാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാനത്തില് നാനാജാതി മതസ്ഥര് ഒരേ അറിവിൻ കീഴിൽ ഒരേ ആദർശത്തിൽ സ്നേഹത്തോടും പരസ്പര ഐക്യതയോടും കൂടി ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഈ ആദർശത്തിൽ കൂടി കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ ഇവിടെ വരുന്നവരുടെ ജാതി ഏതെന്നോ ഏത് ദേശത്തു നിന്ന് വരുന്നെന്നോ എന്ത് ജോലി ചെയ്യുന്നു അങ്ങനെ യാതൊരു വിധത്തിലുള്ള ഒരു അവസ്ഥാഭേദങ്ങൾ നമ്മൾ ചിന്തിക്കാതെ
ഏക ദൈവ സന്താനങ്ങളാണ് സർവരും എന്നുള്ള ആ ഒരു ആശയത്തിലാണ് ആത്മബോധോദയ സംഘം ഇതിൻ്റെ അടിസ്ഥാന കാലം മുതൽ ഇതുവരെയും പ്രവർത്തിച്ചിട്ടുള്ളത്. കേരളത്തിനുള്ളിലും വിവിധ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും അനേകം ശാഖകളുള്ള ആത്മബോധോദയ സംഘം. പക്ഷെ തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ആശ്രമം സ്ഥാപിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് ഇതിനെപ്പറ്റി വേണ്ടവണ്ണം അറിയില്ല എന്ന് തോന്നുന്നു. അപ്പം ആദർശത്തിൻ്റെ പേരിൽ, ആരാധനാലയങ്ങളുടെ പേരിൽ, വിശ്വാസങ്ങളുടെ പേരിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുമ്പോൾ അനാചാരങ്ങളും നരബലി വരെ നടക്കുന്ന അനാചാരങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ ഒരു പ്രാണിക്ക് പോലും ഒരു ദോഷം വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉപദേശിക്കുന്ന ആധ്യാത്മിക ആചാര്യനാണ് ഭഗവാൻ ശിവാനന്ദ ഗുരുദേവ തിരുവടികൾ. അന്യായമായ വൈദ്യുതി വർധനവിനെതിരെ മാടക്കത്ര KCB ഓഫീസിനു മുൻപിൽ മാടക്കത്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരവും ധരണയും നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോൺസൺ മല്ലിയത്ത് അധ്യക്ഷത വഹിച്ച ധർണ DCC ജനറൽ സെക്രട്ടറി ശ്രീ സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജലസംഭരണികൾ, ഡാമുകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുമ്പോൾ വൈദ്യുതി നിരക്ക് കൂട്ടിയതിൽ വൻ അഴിമതിയും ദുരൂഹതയുമുണ്ട്. അതിരൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന കേരള ജനതയ്ക്ക് കടുത്ത ദ്രോഹമാണ് വീണ്ടും പിണറായി സർക്കാർ നൽകുന്നത് എന്ന് കുന്നത്തുള്ളി അഭിപ്രായപ്പെട്ടു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ TS മനോജ് കുമാർ, ബ്ലോക്ക് ഭാരവാഹികളായ NS നൌഷാദ് മാസ്റ്റർ, V സുകുമാരൻ മാസ്റ്റർ, PG ബൈജു, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശകുന്തള സജീവ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ പുത്തൻപുരിക്കൽ, NK രാമൻ, പഞ്ചായത്ത് മെമ്പർ ജിൻസി ഷാജി, KR വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു. അതിനെതിരെ കേരളത്തിലെ തെരുവീതികളെ ചോരക്കളമാക്കി മാറ്റിക്കൊണ്ട് കടന്നുപോയ പ്രസ്ഥാനങ്ങളാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഗവൺമെന്റ്. പ്രിയപ്പെട്ടവരെ, ഇലക്ട്രിസിറ്റി ചാർജ് മാത്രമല്ല, ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും അവർക്കറിയും ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം പാടത്തും പറമ്പിലും അതുപോലെ തന്നെ ഒരു സാധാരണ മനുഷ്യന് കിട്ടുന്ന ആ ദൈനംദിനം കിട്ടുന്ന ആ കൂലി എത്രയാണെന്ന് നമുക്കറിയാം. 800, 900, 1000 രൂപയ്ക്കോ പണിയെടുക്കുന്ന ഒരു ശരാശരി മനുഷ്യൻ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ണുത്തി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കറന്റ് ചാർജ് വർധനവിനെതിരെ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ ധരണയും നടത്തി. മണ്ണുത്തി യൂണിറ്റ് നേതാക്കളായ ബാബു, ഷിഹാബ്, നബി മേനാച്ചേരി, മുരളീധരൻ, ജോസഫ് കൊമ്പൻ, ജോമോൻ, ജോയ് താണിക്കൽ തുടങ്ങിയവർ പന്തം കൊളുത്തി പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ ധരണയിൽ ജോയിന്റ് സെക്രട്ടറി നബി മേനാച്ചേരി സ്വാഗതം ആശംസിച്ചു. ജനറൽ സെക്രട്ടറി KA ഷിഹാബിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പ്രസിഡന്റ് CA ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് പിന്റോ മേനാച്ചേരി ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ ട്രഷറർ PG മുരളീധരൻ നന്ദിയും പറഞ്ഞു. മണ്ണുത്തി യൂണിറ്റ് നേതാക്കളായ ബാബു, ഷിഹാബ്, നോബി മേനാച്ചേരി, മുരളീധരൻ, ജോസഫ് കൊമ്പൻ, ജോമോൻ, ജോയ് താണിക്കൽ തുടങ്ങിയവർ പന്തം കൊളുത്തി പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ ധരണയിൽ ജോയിന്റ് സെക്രട്ടറി നോബി മേനാച്ചേരി സ്വാഗതം ആശംസിച്ചു. ജനറൽ സെക്രട്ടറി KA ഷിഹാബിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പ്രസിഡന്റ് CA ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് വിംഗ് പ്രസിഡന്റ് പിന്റോ മേനാച്ചേരി ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ ട്രഷറർ PG മുരളീധരൻ നന്ദിയും പറഞ്ഞു. നമുക്കറിയാവുന്ന കച്ചവടത്തിന്റെ അവസ്ഥ, കുത്തകൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ചെറുകിടക്കാരെ തീരെ അവഗണിച്ചുകൊണ്ട് അവരുടെ നിലനിൽപ്പ് തന്നെ വളരെ അപകടത്തിലായിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും കറണ്ട് ചാർജ് വീണ്ടും കൂട്ടിയിരിക്കുന്നത്. സാധാരണ യൂണിറ്റിനേക്കാൾ, സാധാരണക്കാരന് ഉപയോഗിക്കുന്ന യൂണിറ്റിനേക്കാൾ 4 ഇരട്ടി ആണ് സാധാരണ കമേഴ്സ്യൽ കച്ചവടക്കാർ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്ന കറണ്ട് ചാർജ്. ഇതിൽ മേലാണ് വീണ്ടും ഇരട്ടടി പോലെ വീണ്ടും കറണ്ട് ചാർജ് വന്നിരിക്കുന്നത്. കച്ചവടത്തിന്റെ ഭയങ്കര മോശമായ അവസ്ഥയിലും ഇതുപോലെ ഷിഹാബ് പറഞ്ഞതുപോലെ കച്ചവടത്തിൽ ജോലി ചെയ്യുന്നവരിൽ നിന്ന് വരെ തട്ടിപ്പറയ്ക്കുന്ന ഒരു തൊഴിൽ നികുതി എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് വീണ്ടും വിധിക്കാനുള്ള പുതിയൊരു നയം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഓരോ തൊഴിലാളികളിൽ നിന്നും വീണ്ടും തട്ടിപ്പറിച്ചു മേടിക്കുക എന്ന് പറയാം. അങ്ങനെ തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മൾ വാടക, ഒരുവിധം കച്ചവടക്കാരൊക്കെ വാടകയ്ക്കിരിക്കുന്നവരാണ്. അതിന്റെ മേൽ GST.
ഈ നിലയ്ക്ക് നമ്മുടെ കച്ചവടത്തെ വളരെ രീതിയിൽ അപകടകരമായ രീതിയിൽ നടത്തുകയാണെങ്കിൽ നമുക്കിവിടെ ജീവിച്ചു പോകാൻ സാധിക്കില്ല. നമ്മുടെ കൂട്ടായ്മ വ്യാപാര വ്യവസായ സമിതിയുടെ ജില്ലാ കമ്മിറ്റിയും സ്റ്റേറ്റ് കമ്മിറ്റിയും എടുക്കുന്ന തീരുമാനങ്ങൾ അപ്പാടെ നമ്മൾ നടപ്പാക്കി അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഓരോ കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ട് അപ്പോൾ അതിന് പ്രതികരിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പന്തംകുളത്തിയുടെ സമാപനം ഔദ്യോഗികമായി ഉദ്ഘാടനത്തിനായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് വ്യാപാർ. തിരിച്ചെത്താം ഒരു വേളയ്ക്ക് ശേഷം. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്, ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. സ്വർണ്ണാഭരണ പണിശാലയിൽ നിന്നും 37 പവൻ സ്വർണം കവർച്ച നടത്തി മുങ്ങിയ പ്രതികളെ ഒല്ലൂർ പോലീസ് പിടികൂടി. വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബദനിപൂർ സ്വദേശികളായ 22 വയസ്സുള്ള രവിശങ്കർ ഭട്ടാചാര്യ, 24 വയസ്സുള്ള അമിത് ഡോലെ എന്നിവരെയാണ് പിടികൂടിയത്. വെസ്റ്റ് ബംഗാളിലെ പാരഗൻസ് ജില്ലയിൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 28-നാണ് അഞ്ചേരിയിൽ സ്വർണ്ണാഭരണ പണിശാല നടത്തുന്ന ബംഗാൾ സ്വദേശി സുജന്റെ സ്ഥാപനത്തിലേക്ക് ഇവർ ജോലിക്കെത്തിയത്. സുജയ് 20 വർഷമായി അഞ്ചേരിയിലാണ് താമസം. ഇവിടെ തന്നെയാണ് പണിശാല നടത്തുന്നത്. ജോലിക്കെത്തിയതിന്റെ പിറ്റേന്ന് തന്നെ പ്രതികൾ സ്വർണം കവർന്ന ശേഷം സ്വന്തം നാട്ടിലേക്ക് കടന്നു. വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കി ജോലിക്കെത്തി സ്വർണം കവർന്ന ശേഷം ഒളിവിൽ പോകുന്ന രീതിയാണ് പ്രതികൾ നടത്തി വന്നിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ഒല്ലൂർ പോലീസ് ബംഗാളിലെത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. SI ജീസ് മാത്യു, ASI അരുൺ ഘോഷ്, CPO അബീഷ് ആന്റണി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ബാഗിൽ കടത്തുവാൻ ശ്രമിച്ച വിദേശ മദ്യം പിടികൂടി. റെയിൽവേ സ്റ്റേഷന്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയ നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ കണ്ടെത്തിയ ബാഗിൽ നിന്നാണ് 1/2 ലിറ്ററിന്റെ 18 കുപ്പി വിദേശ മദ്യം പിടികൂടിയത്. റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരായ തോമസ് കെയോ, മനോജ് കുമാർ, ജയകുമാർ, സിൻഫു, അമീൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മദ്യം പിടികൂടിയത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ സ്ഥാപക ദിനത്തിൽ ഒല്ലൂക്കര സൊസൈറ്റി ഹാളിൽ നടന്ന യോഗം ഏരിയ സെക്രട്ടറി പങ്കജം ബാലൻ ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി ഏരിയ സെക്രട്ടറി CB രാജു അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ ഗോപിക കൃഷ്ണൻ സ്ത്രീകളിൽ കണ്ടുവരുന്ന സ്തനാർബുദത്തെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ജോയിന്റ് സെക്രട്ടറി ഷീജ പ്രഭാകരൻ സ്വാഗതവും ട്രഷറർ PG ദിനേശ് നന്ദിയും പറഞ്ഞു. അൺകൺട്രോളബിൾ ആയിട്ടുള്ള നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പറയാം. അൺകൺട്രോളബിൾ വരുന്നത് ഇപ്പം നല്ലൊരു ഫാമിലി ഹിസ്റ്ററി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ അത് കൂടുതലും സ്ത്രീകളിൽ വരുമ്പോൾ നമ്മുടെ അമ്മ
അമ്മയുടെ ഫാമിലി, അവിടെ നിന്നായിരിക്കും നമുക്ക് കൂടുതലും ഈ ബ്രസ്റ്റിലേക്കുള്ള എല്ലാ ജീൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. കോമൺ സെൻസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുഞ്ഞുണ്ടാവുമ്പോൾ ആ കുഞ്ഞിന്റെ ബ്രസ്റ്റ്, യൂട്രസ്, ഈ ഭാഗങ്ങളൊക്കെ ആ കുഞ്ഞിലേക്ക് വരുന്നത് അമ്മയുടെ സൈഡിൽ നിന്നായിരിക്കും. അപ്പം അതേമാതിരി പക്ഷെ അച്ഛൻ്റെ സൈഡിലും നല്ല ക്യാൻസർ ഉള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാം. പക്ഷെ കൂടുതലും ബ്രസ്റ്റ് ക്യാൻസറിലും അല്ലെങ്കിൽ അണ്ടാശയ ക്യാൻസറൊക്കെ വരുന്ന സമയത്ത് അമ്മയുടെ ഫാമിലി, അതായത് അമ്മയുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അമ്മയ്ക്കോ അല്ലെങ്കിൽ ചെറിയമ്മ, വലിയമ്മ, അങ്ങനെ ലൈക്ക് ആ ഒരു ഹിസ്റ്ററി ഉള്ള എല്ലാവർക്കും അവരുടെ ആരും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ ക്ഷേത്ര ദർശനത്തിനിടെ മാല മോഷണം. 16 പവൻ സ്വർണം കവർന്ന പ്രതികൾ ആലുവയിൽ നിന്നും പിടിയിലായി. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ വാർഷികത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന സപ്ലിമെന്റ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പ്രകാശനം ചെയ്തു. കുടുംബത്തിന്റെ വരുമാനമാർഗമായ ചക്രവണ്ടിയിലെ പായസ വിൽപ്പന സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു. അന്യായമായി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെ മാടക്കത്തറയിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.